അസ്സലാമലൈക്കും. ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ളൊരു മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ഞാൻ അരപ്പാത്രോളം വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിക്കണം. ഒരു തുള്ളി ഒരു അര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് ഇതിലേക്ക് ചിക്കന് എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഇറച്ചി മാത്രം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അത് തിളച്ച് വരുന്ന നേരം കൊണ്ടേ ഇതൊന്ന് മസാല തേച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം മുളകും പൊടി, അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു പാത്രത്തിന് അളവിലാണ് ഞാൻ മക്രോണി എടുത്തിരിക്കുന്നത്. അതിനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇത് ഇട്ട് കൊടുത്ത പാട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇട്ടപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെ ഒരു കട്ട പൊടിച്ചിങ്ങാണ്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിയൊക്കെ ഇട്ടാൽ ഒന്ന് ഇളക്കി കൊടുക്കുമല്ലോ, അതേപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. ഓവറായിട്ടുണ്ട് വേവിക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന നേരം കൂടി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയ കാരണം കുറച്ച് ദിവസമായി, ഒരാഴ്ച 2 ആഴ്ചകളൊക്കെ ആയി ഞാനിപ്പോൾ വീഡിയോ വിട്ടിട്ട്. ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ മക്രോണി നല്ല വെന്ത് വന്നിക്കണം കേട്ടോ. ഓവർ ഇത് കുക്കായി വരരുത് കേട്ടോ. ഓവർ വെന്ത് വന്നാൽ എന്താണെന്നറിയോ, ഇതിങ്ങനെ പൊട്ടിപ്പോവും നമ്മൾ മസാല ആക്കി എടുക്കുമ്പോൾ. അത് കാരണമാണ്. പിന്നെ ഇത് ഞാൻ ഒരു അരിപ്പക്കൊട്ടയ്ക്ക് ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിക്കണം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പച്ചവെള്ളം ഒന്നും ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ, ആ വീഡിയോ ഞാൻ അതിൽ എടുത്തിട്ടില്ല, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യണം. പിന്നെ അത് ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് ഞാൻ ആ ചിക്കൻ ഒന്നും പാടിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിക്കണം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നല്ല ഓവർ ഇങ്ങോട്ട് മോരിപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്ന് കുറയുമ്പോൾ ഒരു ഡ്രൈ രൂപത്തിലാവുമല്ലോ, അങ്ങനെ ആവരുത്. ഒരു സോഫ്റ്റ് രൂപത്തിലുള്ളൊരു വേവ് ഉണ്ടല്ലോ, അങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിക്കണം. അതുപോലെ സവാള ഒരു 3 സവാള തന്നെ എടുത്തിക്കണം. ഒരു 2 പച്ചമുളക് കൊടുത്തിക്കണം. സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യും വേണം. എന്നിട്ട് ആ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം അതൊന്ന് വാട്ടിയെടുക്കട്ടോ. ഓവർ കുക്കായി വരരുത്. ആ ഉള്ളിയൊക്കെ ഒന്ന് പച്ച കടിക്കണ ആ ഒരു ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്നായി വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിക്കണത്. ഇതിൽ തക്കാളി സോസ് ചേർക്കണ കാരണമാണ്. ഇതും ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കാം കേട്ടോ. ഇതൊന്നും ഓവർ ഇങ്ങോട്ട് കുക്കായി വാടി കുഴഞ്ഞ രൂപത്തിൽ ആയി വരരുത് കേട്ടോ. ഈ രൂപത്തിൽ ആയി കിട്ടിയാൽ മതി. ആ പച്ചപ്പിൻ്റെ ഒരു ഇത് പോവും വേണം, എന്നാൽ ഏകദേശമൊക്കെ ഒരു കുക്കാവും വേണം. ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല, അതുപോലെ അര ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകും പൊടി, ഒരു അര ടീസ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്നും പാടെ ആ മസാലയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 4 ടീസ്പൂണോളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഉള്ളിയും തക്കാളി ഒന്ന് വാട്ടുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്ര കുരുമുളകും പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ആ മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നും പാടിക്കൊന്ന് ഉടയാത്ത രൂപത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ഇനി അത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഈ മസാലയിൽ ഇങ്ങനെ ഈ രീതിയിൽ മക്രോണി ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
ഇനി അത് ഇളക്കി യോജിപ്പിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. അതിന് ശേഷം ഞാൻ മല്ലിച്ചപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം ഇതൊരു അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം അത് ഉപയോഗിക്കാൻ. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഉണ്ടാക്കിയ പാട് ഇത് ഒരിക്കലും കഴിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.